ബലിപ്പെരുന്നാൾ നമസ്കാരത്തിന് നിർദ്ദേശങ്ങൾ പ്രഖ്യാപിച്ച് യു പി. അനുവദനീയമായ സ്ഥലങ്ങളിൽ മാത്രമേ നിസ്കാരങ്ങൾ അനുവദിക്കൂവെന്ന് യോഗി ആദിത്യനാഥ്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സിബി ജോസഫ് ചേരുകയാണ്. സിബി, തെരഞ്ഞെടുപ്പിന് മുൻപ് കണ്ടതാണ് യോഗി ആദിത്യനാഥും നരേന്ദ്രമോദിയും അടക്കം ഉള്ളവർ നടത്തിയ വിദ്വേഷ പരാമർശങ്ങൾ. ഈ രാജ്യത്തിന് പുറത്തു നിന്നുള്ളവരാണ്, അധികം കുട്ടികൾ ഉൽപ്പാദിപ്പിക്കുന്നവരാണ്, മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരെന്ന അടക്കമുള്ള വലിയ വർഗീയ പരാമർശങ്ങൾ നടത്തിയ പ്രധാനമന്ത്രിയും അതിന് ചുവടുപിടിച്ച യോഗി ആദിത്യനാഥും യു പിയിൽ അടക്കം അവർ കൈക്കൊണ്ടിരിക്കുന്ന ഈ മുസ്ലിം വിരുദ്ധ നിലപാടുകൾ അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമായി വേണം ഇതിനെ വായിച്ചെടുക്കാൻ. എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഈ യു പി സർക്കാർ ഈ ബലി പെരുന്നാൾ നമസ്കാരവുമായി ബന്ധപ്പെട്ട് നിർദ്ദേശിച്ചിരിക്കുന്നത്? സിജു, ഈ ബലിപ്പെരുന്നാൾ നമസ്കാരത്തിന് ചില നിർദ്ദേശങ്ങൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് BJP ഭരിക്കുന്ന ഉത്തർപ്രദേശ് സർക്കാർ. പ്രധാനമായും റോഡ് ബ്ലോക്ക് ചെയ്തുള്ള നിസ്കാരങ്ങൾ അനുവദിക്കില്ല എന്നതാണ് യോഗി ആദിത്യനാഥിന്റെ ഓഫീസിൽ നിന്നും ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് ഉത്തരവായിട്ട്. അനുവദനീയമായ സ്ഥലങ്ങളിൽ മാത്രമേ അനുവദിക്കൂ. മാത്രമല്ല, ഇതിൽ എന്തെങ്കിലും നിയമലംഘനം നടത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി പ്രത്യേകമായ ഡ്രോൺ ഉൾപ്പെടെ ഉണ്ടാകുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ നൽകിയിട്ടുണ്ട്. നേരത്തെ ഈ കഴിഞ്ഞ തവണ മീററ്റിലെ റോഡിൽ ഇത്തരത്തിൽ 200-ലധികം പേർക്കെതിരെ കഴിഞ്ഞ തവണ കേസെടുത്തിരുന്നു. ചെറിയ പെരുന്നാളിന് അവിടെ ഈ റോഡിലേക്ക് ഇറങ്ങി നിസ്കാരം നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് 200 പേർക്കെതിരെ മീററ്റിൽ കേസെടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, കഴിഞ്ഞ വർഷം കാൺപൂരിൽ 2000 പേർക്കെതിരെയാണ് UP പോലീസ് അന്ന് കേസെടുത്തത്. അന്ന് പ്രധാനമായും ഇത്തരത്തിൽ റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ ഈ നിസ്കാരം നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു 2000-ഓളം പേർക്കെതിരെ കേസെടുക്കുകയും അന്ന് അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് അടക്കമല്ല നിലയും ഇതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് മതത്തിന്റെ അടിസ്ഥാനത്തിൽ UP പോലീസ് തങ്ങളെ ലക്ഷ്യമിടുകയാണെന്ന് അന്ന് ആരോപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ ഈ ഒരു ബലി പെരുന്നാൾ വരാൻ പോകുന്ന സാഹചര്യത്തിൽ നേരത്തെ തന്നെ UP പോലീസ് ഇത്തരത്തിൽ UP സർക്കാർ ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അനുവദനീയമായ സ്ഥലങ്ങളിൽ മാത്രമേ നിസ്കരിക്കാൻ പാടുള്ളൂ. റോഡ് ബ്ലോക്ക് ചെയ്താൽ കൃത്യമായ നടപടി ഉണ്ടാകും. മാത്രമല്ല, ഇത് നിരീക്ഷിക്കാൻ വേണ്ടി ഡ്രോൺ ഉൾപ്പെടെ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നൽകിയിരിക്കുന്നത്. സിജു, ശരി സിബി.